കേൾക്കുമ്പോൾ തന്നെ അറപ്പു തോന്നുന്ന സംഘികളുടെ ഒരാഭാസ നാടകത്തെക്കുറിച്ചാണ്. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നൂറുകണക്കിന് മുസ്ലിങ്ങൾ BJPയിൽ ചേരുന്നു എന്ന അറിയിപ്പ് കിട്ടിയതിനെ തുടർന്ന് അവിടുത്തെ മാധ്യമപ്രവർത്തകരെല്ലാവരും ആ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തി. മുസ്ലിങ്ങൾ BJPയിൽ ചേരുന്നു എന്നുള്ളത് സ്വാഭാവികമായൊരു വാർത്തയാണല്ലോ. നൂറുകണക്കിന് മുസ്ലിങ്ങൾ BJPയിൽ ചേരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വാർത്ത പ്രതീക്ഷിച്ച് മാധ്യമപ്രവർത്തകരുടെ ഒരു നിര തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ BJPയുടെ MLAയുടെ നേതൃത്വത്തിൽ ഒരു യോഗം നടക്കുകയാണ്. ആ യോഗത്തിൽ മുസ്ലിങ്ങൾ ധരിക്കുന്ന തൊപ്പിയൊക്കെ ധരിച്ച് കുറേ ചെറുപ്പക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെന്ന് കയറിയ മാധ്യമപ്രവർത്തകർക്കൊക്കെ ഉറപ്പായോ ഇതൊരു വലിയ സംഭവമാണ്, നൂറുകണക്കിന് മുസ്ലിങ്ങൾ BJPയിൽ ചേരുകയാണ്. അങ്ങനെ വാർത്തയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുമായി നിന്നപ്പോൾ ചില മാധ്യമപ്രവർത്തകർക്ക് അവിടെ ഇരിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ഒരു സംശയം, അയ്യോ ഇവരൊന്നും മുസ്ലിം അല്ലല്ലോ. അങ്ങനെ അതിലൊരു മാധ്യമപ്രവർത്തക ചില ആളുകളുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ പേര് ചോദിച്ചു. അവർ സത്യസന്ധമായി അവരുടെ പേര് പറഞ്ഞു, ഒരു ഹിന്ദു നാമം. ചില ആളുകൾ ആധാർ കാർഡ് കൊടുത്തു ആ മാധ്യമപ്രവർത്തകരുടെ കയ്യിൽ, അപ്പോൾ അതിലുള്ളതും ഹിന്ദു നാമം. തങ്ങളെ കാശ് കൊടുത്ത് BJPക്കാർ വിളിച്ചുകൊണ്ടുവന്ന് ആ തൊപ്പിയും ധരിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തുകയായിരുന്നു എന്ന് ആ നിസ്സഹായരായ മനുഷ്യർ ആ മാധ്യമപ്രവർത്തകയോട് പറയുകയാണ്. റാഞ്ചിയിലെ N4 ന്യൂസ് ഭാരത് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മാധ്യമത്തിൻ്റെ മാധ്യമപ്രവർത്തകയാണ് ഇങ്ങനെ അവിടെ ഇരുന്ന ആളുകളിൽ ചില സംശയം തോന്നിയിട്ട് അവരോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. കുറേ പട്ടിണിപ്പാവങ്ങളായ മനുഷ്യർ നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നില്ലേ. അവർക്കൊന്നും BJP എന്താണ് എന്നതുപോലും അറിഞ്ഞുകൂടായിരിക്കും. BJPക്കാർ വന്നു വിളിച്ചു, ഞങ്ങൾ വന്നു, സത്യസന്ധമായ അവരുടെ ജോലി എന്താണ് എന്നും അവരുടെ പേരെന്താണ് എന്നും ആ മനുഷ്യർ ഒരു സങ്കോചവുമില്ലാതെ ആ മാധ്യമപ്രവർത്തകയോട് വെളിപ്പെടുത്തുകയാണ്. ഇതിനെ നാം എന്തെന്നാണ് വിളിക്കേണ്ടത്? എന്നിട്ട് ആ MLAയും അവിടുത്തെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ അവകാശപ്പെടുന്നത് ഇത് മുഴുവൻ മുസ്ലിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. ഈ മാധ്യമപ്രവർത്തക അവിടെ ഇരുന്ന ആളുകളോട് ഇത് ചോദിച്ചു. ചോദിച്ചവരെല്ലാവരും ഹിന്ദുനാമധാരികൾ. അപ്പോൾ അവർ എന്നിട്ട് ചെന്ന് ഈ BJP നേതാക്കളോട് ചോദിച്ചു, ഇവരെല്ലാവരും മുസ്ലിങ്ങളാണോ? ഓ പിന്നെ എല്ലാവരും മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങൾ മോദിയിൽ ആകൃഷ്ടരായി ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. सभी मुसलमान ही थे, पीछे कुछ टोपी पहन के थे और पीछे कुछ जो लोग थे सभी मुसलमान थे, लेकिन टोपी इनके पास नहीं थी तो वो नहीं पहन पाए, लेकिन सभी मुसलमान वर्ग का टोटल कंप्लीट मुसलमान का ही ज्वाइनिंग। नाम मेरा सकलू राम है, खवास खिजरी का रहने वाले हैं। पीपी के वोट देंगे, हम लोग जितवाएंगे अच्छी तरह से। क्या नाम है? बिगु महतो। നാറിത്തരം എന്നൊക്കെ നമുക്ക് വെറുതെ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല, പരനാറിത്തരം എന്ന് തന്നെ പറയണം. മുസ്ലിങ്ങളായി പാവപ്പെട്ട കുറേ ഹിന്ദു മനുഷ്യരെ വേഷം കെട്ടിച്ചിരുത്തി തൊപ്പി വച്ചാൽ ഉടനെ മുസ്ലിമാകുമെന്നാണ് ഇവർ കരുതുന്നത്. നരേന്ദ്രമോദി പണ്ട് ചില ആളുകളെ വേഷം കണ്ടാൽ തിരിച്ചറിയാമെന്ന് പറഞ്ഞ് അപമാനിച്ചത് പോലും നാം മറന്നിട്ടില്ല. അപ്പോഴാണ് വേഷം കെട്ടിച്ചിറക്കുന്നത് ഹിന്ദു മനുഷ്യരെ. ഇവരാണ് ഈ രാജ്യത്തെ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ നടക്കുന്നവർ എന്നുള്ളതാണ് ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള കാര്യം. ഒരു സാധു ഹിന്ദുവിനെ ഒരു തൊപ്പിയും ധരിപ്പിച്ച് മുസ്ലിമാക്കി മാറ്റി അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് ഹിന്ദുക്കളെ സംരക്ഷിക്കുന്നവർ ഞങ്ങളാണ് എന്നിവർ പറയുകയാണ്. എന്തിനീ നാറിയ പണി കാണിക്കുന്നു? ഇപ്പോൾ റാഞ്ചിയിൽ പ്രത്യേകിച്ച് ജാർഖണ്ഡിലുടനീളം BJPക്കെതിരായിട്ടുള്ള ഒരു വലിയ വികാരമുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഇതാ മുസ്ലിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന ഒരു പ്രചരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പണി കാണിക്കുന്നത്. ഇതൊരു ഏതെങ്കിലും പ്രാദേശികമായി നടക്കുന്ന ഒരു പരിപാടി, ഒരു ബൂത്തിൽ നടക്കുന്ന പരിപാടിയാണെങ്കിൽ നമുക്ക് വിട്ടുകളയാമായിരുന്നു. ഇത് മാധ്യമപ്രവർത്തകരെയൊക്കെ അറിയിച്ച് ഒരു MLAയുടെ നേതൃത്വത്തിൽ ജാർഖണ്ഡിൻ്റെ തലസ്ഥാന നഗരത്തിൽ BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടക്കുന്ന ഒരു വലിയ പരിപാടി. ആ വലിയ പരിപാടിയിലാണ് ഇമാതിരി വൃത്തികെട്ട ഏർപ്പാട് കാണിച്ചത്. ഇവന്മാരൊക്കെയാണ് വലിയ ജനാധിപത്യ സംരക്ഷകരായി വേഷം കെട്ടി നടക്കുന്നത് എന്നുള്ളതാണ് ലജ്ജാകരമായിട്ടുള്ള കാര്യം. ഒരു ഹിന്ദുവിനെ വേഷം കെട്ടിച്ച് മുസ്ലിമാക്കി കൊണ്ടുവന്നിട്ട് അവരെ BJPയിൽ അംഗത്വം കൊടുത്തിട്ട് മുസ്ലിങ്ങൾ ഇതാ BJPയിൽ ചേർന്നിരിക്കുന്നു എന്ന് ദേശവ്യാപകമായി പ്രചരണം നടത്താനുള്ള പരിപാടിയാണ്. നേരത്തെ ഈ മോദിയിലൊക്കെ ആകൃഷ്ടരായി BJPയിൽ ചെന്നു കയറിയ ചില ദേശീയ മുസംഗികൾക്കുണ്ടായിട്ടുള്ള അവസ്ഥ എന്താ?
നരേന്ദ്രമോദി രാജസ്ഥാനിൽ പോയി നിന്ന് മുസ്ലിങ്ങളെ അധിക്ഷേപിച്ച് സംസാരിച്ചപ്പോൾ അത് ശരിയായില്ല എന്ന് പറഞ്ഞ രാജസ്ഥാനിലെ ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ഉസ്മാൻ ഖനിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല അയാളെ കള്ളക്കേസിൽ കുടുക്കി പിടിച്ചകത്തിടുകയും ചെയ്തു. അപ്പോൾ ചെന്ന് കയറി കൊടുത്ത മുസംഖികളൊക്കെ അനുഭവിക്കുകയാണ്. ഒന്ന് അവരുടെ കൊടുക്കുന്നതും തിന്ന് അവിടെയെങ്ങാനും കിടന്നോളണം. എന്ത് അപരാധം പറഞ്ഞാലും സ്വന്തം മതത്തെ എങ്ങനെയൊക്കെ അപമാനിച്ചാലും അതൊക്കെ സഹിച്ചവിടെ ആട്ടും തുപ്പും കേട്ട് കിടന്നുകൊള്ളണം. അതിന് റാഞ്ചിയിലെ ഒരു മനുഷ്യൻ പോലും തയ്യാറല്ല എന്നുള്ള അവസ്ഥയിലാണ് കുറെ ചെറുപ്പക്കാരെ വേഷം കെട്ടിച്ച് ഈ വൃത്തികേടിനിറക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 4ാം ഘട്ടത്തിലെത്തി നിൽക്കെ പ്രചരണ രംഗത്ത് നമുക്ക് 100% ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന കാര്യം